ഒട്ടും തന്നെ മധുരമില്ലാത്തതും എന്നാൽ അത്യാവശ്യം കയ്പ് നിറഞ്ഞ ഒരു അനുഭവമാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ഇത് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതായിരുന്നു എൻ്റെ ആ കൂടെയുള്ള ക്വസ്റ്റ്യൻ. പിന്നീട് ഞാൻ തന്നെ വിചാരിച്ചത്, ഞാൻ ഇക്വിപ്ഡ് ആണ്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ അത്യാവശ്യം ടൂൾസ് ഉണ്ട് എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്നിട്ട് എൻ്റെ മുമ്പിൽ ഇതുപോലൊരു അനുഭവം വന്നപ്പോഴേക്കും പകച്ചുപോയി, വേർത്തുപോയി, എന്ത് പറയണമെന്നറിയാതെ ഞാനിങ്ങനെ ഒരു മൊമെന്റില് ശരിക്കും പെട്ടുപോകുന്ന ഒരവസ്ഥയായിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കുറച്ച് പേരിലേക്ക് അത് എത്തുന്നുണ്ട്, കുറച്ച് പേർക്ക് എൻ്റെ വീഡിയോ പ്രേരണയാവുന്നുണ്ട് അല്ലെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്നും കൂടെയുള്ള മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനും എൻ്റെ മോനും കൂടെ സാറ്റർഡേ സൺഡേസ് കൂടുതലും കറങ്ങി നടക്കാൻ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. അതുപോലെ ഒരു സാറ്റർഡേ ആയിരുന്നു ഇത്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ നിന്ന് വണ്ടിയൊക്കെ എടുത്ത് ഇറങ്ങി, നടന്നു, കളിച്ചു. അങ്ങനെ അവൻ പാർക്കിലെത്തി കഴിഞ്ഞപ്പോഴേക്കും കുറേ കുട്ടികളുണ്ട്, കുറേ ആൾക്കാരുണ്ട്. എൻ്റെ ഇടയിൽ അവൻ കളിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് സമയം കിട്ടി. ഞാനിങ്ങനെ കുറച്ച് പാട്ടൊക്കെ കേട്ട് ഞാൻ നടക്കുകയാണ് അതിലെ. പെട്ടെന്ന് അവൻ എൻ്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, മമ്മി ഈ ബലൂൺ ഒന്ന് വീർപ്പിച്ചു തരുമോ എന്ന് ചോദിച്ചു. ഞാൻ അതിലേക്ക് നോക്കിയപ്പോൾ തന്നെ എൻ്റെ നെഞ്ച് ഏകദേശം തകർന്നു പോയി. കാരണം അതൊരു യൂസ്ഡ് കോണ്ടം ആയിരുന്നു. അത് എങ്ങനെയാണ് ആ പാർക്കിൽ വന്നത്? പാർക്കൊക്കെ എപ്പോഴും ക്ലീൻ ആക്കി സൂക്ഷിക്കുന്ന ആൾക്കാരാണ്. എന്നാലും ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഇത് അവന്റെ കൈ കിട്ടി. അവന് 4.5 വയസ്സേ ഉള്ളൂ. പെട്ടെന്നുള്ള എൻ്റെ റിയാക്ഷന്റെ പുറത്ത് ഞാൻ പറഞ്ഞു, അയ്യേ അത് അവിടെ ഇട്, അത് ചീത്തയാണെന്ന് പറഞ്ഞു. പെട്ടെന്ന് എന്താ പറയേണ്ടതെന്ന് നമുക്ക് അറിയാത്ത ഒരവസ്ഥയായിരുന്നു. കാരണം ഇത് ഇങ്ങനെ കാണുമ്പോൾ ആൾക്കാരെല്ലാരും ചുറ്റിലും ഉണ്ട്, കുറെ കുട്ടികൾ കളിക്കുന്നുണ്ട്. അയാന്റെ കയ്യിലാണെങ്കിലോ ഒരു കോണ്ടമാണ്, അതും യൂസ്ഡ് കോണ്ടം കൂടിയാണ്. അപ്പൊ ഞാന് ആകെ കൂടെ ഒരു തരിച്ച അവസ്ഥയിലായി പോയി. വേർത്ത് കുളിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എന്റെ തലയൊക്കെ ബ്ലാങ്ക് ആയി പോവുമായിരുന്നു. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ എന്താ ചെയ്യേണ്ടത്? നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ ഇതുപോലെ ഒരു കാര്യം പെട്ടെന്ന് വന്ന് നമ്മുടെ മുമ്പിൽ ചാടും എന്നുള്ളത്. യക്കിയാണ് അത് താഴ്ത്ത് കളാന്ന് പറഞ്ഞിട്ടും അവന് താഴ്ത്ത് കളയുന്നുമില്ല. അതുപോലെ തന്നെ അവനത് വീണ്ടും കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഇത് ബലൂൺ അല്ല എന്ന് പറഞ്ഞു. ബലൂൺ അല്ല എന്ന് പറഞ്ഞപ്പോ ദെൻ ലുക്ക് മമ്മി ദിസ് ഇസ് ബലൂൺ എന്നും പറഞ്ഞിട്ട് എന്നെ അവൻ പഠിപ്പിക്കാൻ നോക്കുകയാണ് ഇത് ബലൂൺ തന്നെ ആണ് എന്ന്. അപ്പൊ വീണ്ടും ഞാൻ പെട്ടു. കാരണം ബലൂൺ അല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ താഴ്ത്തിടുമായിരിക്കും, യക്കിയാന്ന് ഞാൻ പറഞ്ഞപ്പോ താഴ്ത്തിടുമെന്ന് വിചാരിച്ചു. പക്ഷെ അവൻ ചെയ്തില്ല. അവൻ ഇങ്ങനെ കൈ പിടിച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, മോനെ ഇത് ബലൂൺ അല്ല, ഇത് യക്കിയാണ്, നീ താഴ്ത്തുനിന്ന് എടുത്തതല്ലേ, നമുക്ക് വേസ്റ്റ് കൊണ്ടിടണം എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ചോദിച്ചു വാട്ട് ഇസ് ഇറ്റ് എന്ന്. അവിടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കുടുങ്ങിയത്. കാരണം അവൻ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഞാനൊരു സെക്കൻഡ് ആലോചിച്ചു, രക്ഷപ്പെട്ട് എങ്ങോട്ടെങ്കിലും ഓടിയാലോ, ഇവനെ എടുത്തിട്ട് വേസ്റ്റിൽ ആ സാധനം കൊണ്ടുപോയിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയാലോ. പിന്നീട് തന്നെ ഞാനൊന്ന് പോസ് ചെയ്തു. ഞാൻ ആലോചിച്ചു, ഞാൻ എത്ര തവണ ഇതിങ്ങനെ രക്ഷപ്പെടാൻ എനിക്ക് പറ്റും. ഒരുപക്ഷെ ഇവൻ എൻ്റെ മോനോ അല്ലെങ്കിൽ വേറൊരു കുട്ടി ഈ ഒരു സാധനം കാണുന്നത് അവരുടെ ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നാണെങ്കിലോ, കുറച്ചും കൂടെ വളർന്നിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ അവന്റെ കൂട്ടുകാരുടെ കൂടെ പാർക്കിൽ പോയപ്പോഴാണ് അവൻ കണ്ടത്. അവന് ബലൂണാന്ന് വിചാരിച്ച് അവൻ ഒറ്റയ്ക്ക് അതെടുത്ത് വീർപ്പിക്കാൻ നോക്കിയിരുന്നെങ്കിലോ, എന്ത് കഷ്ടമായി പോയാൽ. അതുകൊണ്ട് ഞാൻ ഇത് പറഞ്ഞു കൊടുക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തം. എന്തായാലും ഒരു വിധത്തിൽ ഞാൻ പറഞ്ഞു ഒപ്പിച്ചു, മോനെ ഇത് ബലൂൺ അല്ല, ഇതൊരു കോണ്ടമാണ് എന്ന്. അപ്പൊ അവന് വീണ്ടും സംശയം, മമ്മി കോണ്ടം എന്നും പറഞ്ഞിട്ടായി അടുത്ത സംശയം. അവിടെയും ഞാൻ വീണ്ടും പെട്ടു. കാരണം അതിന് പകരം അതിന് ശേഷം എന്താണ് അവനോട് പറയേണ്ടത്, ഇവിടുന്ന് തുടങ്ങണം എന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അവന്റെ ബോഡി പാർട്സിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട്. കുറച്ചൊക്കെ അറിവുകൾ ഞാൻ അവന് പകർന്നു നൽകാൻ നോക്കിയിട്ടുണ്ട്. അവന്റെ പാർട്സിനെ പറ്റി പേരുകൾ, ലാംഗ്വേജസ് ഒക്കെ ഞങ്ങൾ പ്രോപ്പറായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് അവന് പീനസ് എന്താണെന്നും വജൈന എന്താണെന്നും വൾവ എന്താണെന്നും ഒക്കെ അവൻ അറിയാം. എന്നാലും എനിക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് ഇതിനെപ്പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ സംസാരിച്ചല്ലേ പറ്റുള്ളൂ. ആൾക്കാരൊക്കെ വീണ്ടും എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. രക്ഷപ്പെടാൻ ഒരു മാർഗവും ഇല്ല, എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ. പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അങ്ങനെ ഒരു അവസരത്തിലാണ് എൻ്റെ മോനോട് ഞാൻ സെക്സിനെ പറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യാൻ പോവുകയാണ് എന്നുള്ള ഒരു റിയലൈസേഷൻ എന്നെ ശരിക്കും പറഞ്ഞ് ഞെട്ടിച്ച് കളയുകയും ചെയ്തു. കാരണം ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാതെ ഇത് പറയുക എന്നുള്ളൊരു പേടിയായിരുന്നു എനിക്ക് അവനോട്. അവൻ എന്നോട് എന്താണ് കോണ്ടം എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്ന സമയത്ത്. പക്ഷെ ഉള്ള ഒരു എന്താ പറയാ ധൈര്യം എല്ലാം കൂടെ കൂട്ടി വെച്ച്, കാരണം ഒത്തിരി പേരെന്നെ നോക്കുന്നുണ്ട്. അവരുടെ ഒന്നും മുമ്പിൽ എനിക്ക് അവരെ ഒന്നും കാണിച്ചു കൊടുക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാതെ അവനെയും കൂട്ടി അവിടുന്ന് വഴി മാറി പോകുന്നത് എനിക്ക് ഒരിക്കലും കാണിച്ചു കൊടുക്കണ്ടായിരുന്നു. അതുപോലെ തന്നെ വളരെ നിഷ്കളങ്കമായിട്ടാണ് എൻ്റെ മോൻ എന്നോട് ചോദിക്കുന്നത് എന്താണ് കൊണ്ടെന്ന്. അവൻ ശരിക്കും ഡിസേർവ് ചെയ്യുന്നുണ്ട് അതിനൊരു ആൻസർ. ഇത്രയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ ഗട്ട് ഫീലിംഗ് ഉണ്ടാവുമല്ലോ, പറയണം എന്ന്.
അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും മോനെ, ഇത് വലിയ ആളുകള് അവർക്കൊരു ഗെയിം ഉണ്ട്, അതിന്റെ ആ ഗെയിമിന്റെ സമയത്ത് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ബേബീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട്, ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നമ്മൾ ഈ ഗാർഡനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കയ്യിൽ ഗ്ലൗസ് ഇടില്ലേ, അതുപോലെ നമ്മൾ ഇടുന്ന ഒരു സംഭവമാണ് ഈ ഇതെന്ന്. പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മുടെ സേഫ്റ്റിയാണ് ഇതിന്റെ ഇമ്പോർട്ടൻറ്റ്. ഇത് ബലൂൺ അല്ല, അതുകൊണ്ടാണ് ഇതിന് കോണ്ടം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ അവൻ ഓക്കെ എന്ന് മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒന്നും അവൻ ഉണ്ടായിരുന്നില്ല. അവൻ, എനിക്ക് ഉറപ്പാണ്, അവൻ ഒരുപാട് കൺഫ്യൂഷൻസ് ചിലപ്പോൾ വന്നിട്ടുണ്ടാവുമായിരിക്കും. അവന് വേണ്ട ആൻസർ കറക്റ്റ് ആണോ ഞാൻ കൊടുത്തതെന്ന് എനിക്ക് അറിയില്ല. അത്രയെങ്കിലും അവനോട് ആ സമയത്ത് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ തോന്നിയതിന് പിന്നീട് എനിക്ക് സന്തോഷം തോന്നി. ബോഡി പാർട്സിനെ പറ്റി പറഞ്ഞത് കൊണ്ടാണ് ഒരു പരിധിവരെ അവനോട് എനിക്ക് ആ ഒരു സെക്സ് എന്ന് പറഞ്ഞ സംഭവം വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ആയിട്ടാണെങ്കിൽ പോലും അപ്പൊ അവനോട് ഈ കോണ്ടത്തിനെ പറ്റി എനിക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റിയത്. ഞാൻ ഒരു വാക്ക് പോലും അവനോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ തീർച്ചയായും കോണ്ടം എന്താണെന്ന് പറയുമ്പോൾ അത് നീ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഞാൻ ഒഴിവാക്കുക. ഇതുപോലത്തെ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും യൂസ് ചെയ്യുക. കാരണം കുട്ടികളോട് പാരന്റ്സ് തന്നെയാണ് ഈ ഒരു വിഷയങ്ങൾ സംസാരിക്കേണ്ടത്. സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഈ ചാനല് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ള ആളുകളിലേക്കും കൂടെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യുക. കാരണം ഇങ്ങനെയുള്ള മൊമെന്റ്സ് എല്ലാവർക്കും സംഭവിച്ചേക്കാവുന്നതാണ്. അപ്പൊ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ, എന്നാൽ ഉണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതും കൂടെ ഞാൻ ഉൾപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. നമുക്കുണ്ടാവുന്ന ഫീലിങ്സ് ഒന്നും മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഞാൻ ഒട്ടും പേടിച്ചില്ല, ഞാൻ ഒട്ടും ടെൻഷൻ അടിച്ചില്ല, ഞാൻ ഭയങ്കര ബ്രേവ് ആയിരുന്നു എന്നൊന്നും എനിക്ക് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ നന്നായിട്ട് ടെൻഷൻ അടിച്ചു, വേർത്തു കുളിച്ചു, ഒരു മെഴുകുതിരിയൊക്കെ ഉരുകുന്നത് പോലുള്ള ഫീലായിരുന്നു ആ സമയത്ത്. കുട്ടികള് തെരുവിൽ കൂടെയും സമൂഹത്തിൽ കൂടെയൊക്കെ നടന്ന് തെറ്റായ അറിവുകൾ ശേഖരിച്ച് നമ്മുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പേ തന്നെ നമുക്കറിയാവുന്ന ചെറിയ അറിവുകൾ വെച്ചിട്ട് അവർക്കൊരു വിശാലമായിട്ടുള്ള ഒരു ലോകം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി നമുക്ക് നോക്കാം.